നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ മാത്രം ചരിത്രമല്ല, ലോകത്തിന്റെ തന്നെ ഗതിമാറ്റിയൊരു സ്ഥലത്തെക്കുറിച്ചാണ്. പുരാതനകാലത്ത് മുസിരസ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ നമ്മുടെ സ്വന്തം കൊടുങ്ങല്ലൂരിനെപ്പറ്റി. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ലോകത്തിലെ തന്നെ ഒരു തലസ്ഥാന നഗരം എങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായത്? ശരിക്കും പറഞ്ഞാൽ ലോകഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയത്. വരൂ, നമുക്ക് ഈ രഹസ്യം എന്താണെന്ന് ഒന്ന് നോക്കാം. നമ്മുടെ ഈ ചരിത്രത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന കൊടുങ്ങല്ലൂർ എന്ന ആധുനിക പട്ടണമില്ലേ, അതിനു താഴെ ഒരു കാലത്ത് ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു ഇതിഹാസ നഗരം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പുരാതന മുസിരിസും ഇന്നത്തെ കൊടുങ്ങല്ലൂരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്ന് ലോകത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായിരുന്നു, എന്നാൽ മറ്റൊന്ന് ആ വലിയ ചരിത്രത്തിനു മുകളിൽ പണിതുയർത്തിയ ഒരു സാധാരണ പട്ടണം. അതാണ് രഹസ്യം. നമുക്ക് മുസിരിസിന്റെ ചരിത്രത്തിലേറ്റൊന്ന് ആഴ്ന്നിറങ്ങി നോക്കിയാലോ? അതിന്റെ ആദ്യത്തെ ലെയർ, അവിടുത്തെ സാമ്പത്തിക ശക്തിയും ലോക കമ്പോളമെന്ന നിലയിലുള്ള അതിന്റെ പങ്കും ഒന്ന് മനസ്സിൽ കണ്ടുനോക്കൂ. റോമൻ കപ്പലുകൾ, അറേബ്യൻ പായ്ക്കപ്പലുകൾ, ചൈനീസ് ചരക്കു കപ്പലുകൾ, ഇവയെല്ലാം ഒരുമിച്ച് നങ്കൂരമിടുന്ന തിരക്കേറിയ ഒരു ഇന്റർനാഷണൽ പോർട്ട്, അതായിരുന്നു മുസിരിസ്. അപ്പോ എങ്ങനെയായിരുന്നു അവിടുത്തെ കച്ചവടം എന്നല്ലേ? വളരെ സിമ്പിളായിരുന്നു. നമ്മൾ അവർക്ക് കൊടുക്കുന്നതെന്താ? കറുത്ത പൊന്ന്, അതായത് നമ്മുടെ കുരുമുളക്. പകരമായി റോമാക്കാർ ഇങ്ങോട്ട് തന്നിരുന്നത് തനിത്തങ്കമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഒരൊറ്റ ഡീൽ മതിയായിരുന്നു മുസിരിസിന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായ തുറമുഖങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ. ഈ പേര് അങ്ങനെയങ്ങ് വെറുതെ കിട്ടിയതല്ല. കുരുമുളക് എന്ന് പറയുന്നത് കേരളത്തിന് പണം മാത്രമല്ല തന്നത്, ലോകഭൂപടത്തിൽ തന്നെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം കൂടിയാണ്. മുസിരിസിലൂടെ കേരളം അക്ഷരാർത്ഥത്തിൽ ലോകത്തിന്റെ രുചിയെ നിയന്ത്രിച്ചു എന്നു തന്നെ പറയാം. ഈ വലിയ ആഗോള വ്യാപാരത്തിന് പിന്നിൽ ശക്തമായൊരു ഭരണകൂടം ഉണ്ടായിരുന്നു. അതാണ് ചേര രാജവംശം. അവർ ഈ കച്ചവടം കൃത്യമായി നിയന്ത്രിച്ചു. അതിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് കേരളത്തിന് വളരെ ശക്തമായൊരു ഭരണാടിത്തറ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് മുസിരിസിന്റെ ഹൃദയത്തിലേക്കൊന്നു നോക്കാം, അതായത് അതിന്റെ ആത്മാവിലേക്ക്. ലോകത്തിലെ പല പ്രധാനപ്പെട്ട മതങ്ങൾക്കും ഒരുമിച്ച് വേരുപിടിക്കാൻ പാകത്തിലുള്ള എന്തോ ഒരു പ്രത്യേകത ഈ മണ്ണിനുണ്ടായിരുന്നു. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. ഒരേ സ്ഥലത്ത് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ 3 വലിയ മതങ്ങൾ ഒരുമിച്ച് വളരുകയാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളുടെ ചരിത്രം ഇവിടെ ശരിക്കും കൈകോർത്തു പിടിച്ചാണ് മുന്നോട്ടു പോയത്. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയല്ലേ? മുസിരിസിൽ തുടങ്ങിയ ആ ഒരുമയുടെ, ആ സഹവർത്തിത്വത്തിന്റെ മഹത്തായ സംസ്കാരമാണ് ഇന്നും നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ കരുത്തും. പക്ഷേ എല്ലാ നല്ല കഥകൾക്കും ഒരു അവസാനമുണ്ടാകുമല്ലോ. നമ്മളിപ്പോൾ ഈ ഇതിഹാസത്തിന്റെ ഏറ്റവും നിർണായകമായ, ഒരുപക്ഷെ ഏറ്റവും ദുരന്തപൂർണമായ ഭാഗത്തേക്കാണ് എത്തുന്നത്. ആ മഹാനഗരം എങ്ങനെയാണ് ഇല്ലാതായത്? 1341 ചരിത്രത്തിലെ ഒരു കറുത്ത വർഷം, ഒരു യുഗത്തിന്റെ തന്നെ അവസാനം കുറിച്ച വർഷം. മുസിരിസിന്റെ കഥയിലെ വില്ലൻ ഒരു സൈന്യമോ യുദ്ധമോ ഒന്നുമായിരുന്നില്ല. അത് പ്രകൃതിയുടെ അടക്കാനാവാത്ത ശക്തിയായിരുന്നു. പെരിയാർ നദിയിലുണ്ടായ ഒരു ഭീകരമായ പ്രളയം. ആ പ്രളയത്തിന്റെ ആഘാതം നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. പെരിയാർ അതിന്റെ വഴിമാറി ഒഴുകിയപ്പോൾ മുസിരിസ് എന്ന ലോകോത്തര തുറമുഖം അത് ചെളിയിലും മണലിലും എന്നേക്കുമായി താണുപോയി. മുസിരിസ് ഇല്ലാതായതോടെ ആ സ്ഥാനം ആരേറ്റെടുത്തു? തൊട്ടടുത്തുണ്ടായിരുന്ന കൊച്ചി. ലോകവ്യാപാരത്തിന്റെ കേന്ദ്രം അങ്ങനെ കൊച്ചിയിലേക്ക് മാറി. ഒരു നഗരമില്ലാതായപ്പോൾ മറ്റൊന്നു ഉദിച്ചുയർന്നു. ചരിത്രമങ്ങനെ പുതിയൊരു വഴിക്കൊഴുകി. അപ്പോ മണ്ണിൽ മറഞ്ഞുപോയ ആ കഥയ്ക്ക് ഒരു രണ്ടാം ജന്മമുണ്ടാകുമോ? നമുക്കിന്നത്തെ കാലത്തേക്ക് വരാം. നഷ്ടപ്പെട്ടുപോയെന്ന് നമ്മൾ കരുതിയ ആ മുസിരിസിന്റെ ഇതിഹാസം എങ്ങനെയാണ് വീണ്ടും ജീവൻ വെക്കുന്നതെന്ന് നോക്കാം. ഇന്ന് മുസിരിസ് പൈതൃക പദ്ധതി എന്ന പേരിൽ വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. ആ പഴയ ചരിത്രം തിരികെ പിടിക്കാനുള്ളൊരു ശ്രമം. ഖനനങ്ങൾ നടക്കുന്നു, മ്യൂസിയങ്ങൾ വരുന്നു, ഗവേഷണങ്ങളിലൂടെ ആ പഴയ കാലം വീണ്ടും പുനർജനിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? പുരാതന മുസിരിസായിരുന്ന കൊടുങ്ങല്ലൂർ ഒരിക്കൽ കൂടി ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു. ഈയൊരു വാക്കിൽ തന്നെയുണ്ടെല്ലാം, അല്ലേ? ഒരു പട്ടണമല്ല, ഒരു യുഗമാണ്. മുസിരിസ് എന്ന് പറയുന്നത് വെറുമൊരു സ്ഥലമല്ല, അതൊരു കാലഘട്ടമാണ്. കേരളത്തിന്റെ ഒരു സുവർണ കാലഘട്ടം. നമ്മുടെയെല്ലാം ചരിത്രം ശരിക്കും എവിടെയാണ് തുടങ്ങുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരുപക്ഷെ അതിന് ഒരൊറ്റ ഉത്തരമേ കാണൂ, അത് മുസിരിസ് എന്നായിരിക്കും. ഇത് നമ്മളൊരു വലിയ ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? മുസിരിസിനെ പോലെ നമ്മൾ അറിയാതെ നമ്മുടെയെല്ലാം കാൽക്കീഴിൽ ഉറങ്ങിക്കിടക്കുന്ന എത്രയെത്ര ചരിത്രങ്ങൾ ഇനിയും ഉണ്ടാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ.
ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.